എല്ലാവർക്കും നമസ്കാരം. 12ാമത്തെ അധ്യായം അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: ഡിസ്കവർ ദ ബെനിഫിറ്റ്സ് ഓഫ് എ വെജിറ്റബിൾ സെൻട്രിക് ഡയറ്റ്. അതായത് സസ്യാഹാരം കഴിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരാനായിട്ടാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ പറയുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് വേണ്ടി മാത്രമുള്ളതല്ല. നമ്മുടെ ശരീരം അല്ലെങ്കിൽ ആരോഗ്യം മെച്ചപ്പെടുത്തുക, അതുവഴി നല്ലൊരു മനസ്സിൻ്റെ ഉടമസ്ഥൻ കൂടെ ആവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഭക്ഷണം എന്ന് പറയുന്നത് മനസ്സിനും ശരീരത്തിനും കൂടി വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ ഭക്ഷണത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഇതാണ്: നമ്മൾ കഴിക്കുന്ന ആ ഒരു ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തൊക്കെയാണെന്നും അതിലെ ഗുണവും ദോഷവും മനസ്സിലാക്കി അതിനനുസരിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തുക. കാരണം ആയുർവേദത്തിലാണെങ്കിലും പറയുന്ന ഒരു കാര്യം ഇതാണ്: ഔഷധം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഭക്ഷണം തന്നെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ അത് തന്നെ ഔഷധ ഗുണം ചെയ്യും എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാനാണെങ്കിൽ അതിൻ്റെ വലിയൊരു ടോപ്പിക്കാണ്, തൽക്കാലം അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഇവിടെ പറയുന്ന ഒരു പോയിന്റ് ഇതാണ്: മാംസാഹാരത്തിൻ്റെ അളവ് കുറയ്ക്കുകയും സസ്യാഹാരത്തിൻ്റെ അളവ് കുറച്ചുകൂടെ ഒന്ന് കൂട്ടാനായിട്ടും പരമാവധി ശ്രമിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഡോക്ടർ ഒരിക്കലും നമ്മളോട് മാംസാഹാരം കഴിക്കാനായിട്ട് പറയില്ല. അതിന് പകരം ആ അസുഖം മാറുന്നത് വരെയെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള കഞ്ഞിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ആഹാരം ആയിരിക്കും നമ്മളോട് കഴിക്കാൻ പറയുന്നത്. എന്തുകൊണ്ടാണ്? കാരണം നമ്മുടെ ദഹന പ്രക്രിയ ആ സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മുടെ ആ ഒരു ആരോഗ്യ നില മെച്ചപ്പെടുത്താനായിട്ട് സിമ്പിളായിട്ടുള്ള ആഹാരം കഴിക്കാനായിട്ട് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലെന്തെങ്കിലും ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് ഒരു ഔഷധമായിട്ടും വേണമെങ്കിൽ കരുതാം. ഇപ്പം കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ്, ഇതൊരു ഔഷധമായിട്ട് എൻ്റെ ശരീരത്തിലേക്ക് ചേരുന്നു എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ആ ഒരു എഫക്റ്റ് അതിനുണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പം എന്തൊക്കെയാണ് സസ്യാഹാരത്തിൻ്റെ ഗുണങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കുക. നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ശരീരത്തിലെ പല ബുദ്ധിമുട്ടുകളും ഈ പറഞ്ഞ നമ്മുടെ ഭക്ഷണ രീതി മാറ്റിയാൽ തന്നെ അതിൽ പല മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പം തൊലിപ്പുറത്തുണ്ടാകുന്ന പല അസുഖങ്ങളും അങ്ങനെ പല പല പ്രശ്നങ്ങളും വരുന്നത് ഈ പറഞ്ഞ പോലുള്ള തെറ്റായ ഭക്ഷണ രീതി, അതുപോലെ തെറ്റായ ഭക്ഷണ സമയം, അതെല്ലാം വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും സ്വന്തമായിട്ട് മനസ്സിലാക്കുക. പിന്നെ ഇവിടെ അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട്, മാംസാഹാരം മൊത്തമായിട്ട് ഉപേക്ഷിക്കാനായിട്ട് പറയുന്നില്ല, പക്ഷേ എല്ലാവർക്കും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും സസ്യാഹാരം മാത്രമായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കാം. പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമായിരിക്കില്ല. കാരണം സസ്യാഹാരമായി കഴിക്കാത്ത ധാരാളം വ്യക്തികളുണ്ട്. അവരെ സംബന്ധിച്ച് പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും കുഴപ്പമില്ല, പതുക്കെ പതുക്കെ നമുക്ക് മാംസാഹാരം ഒരല്പം കുറച്ചിട്ട് സസ്യാഹാരം കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ പൂർവികർ മാംസാഹാരം കഴിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ സസ്യാഹാരത്തിന് ഒരുപാട് പ്രാധാന്യം അവർ കൊടുത്തിരുന്നു. പക്ഷെ അതിപ്പം കുറഞ്ഞു വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള പല അസുഖങ്ങളും ഉണ്ടാകുന്നത്. ഇതിന് തീർച്ചയായിട്ടും നമുക്ക് തിരിച്ച് ആ ഒരു ആരോഗ്യമുള്ള അവസ്ഥയിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. അതിന് നമ്മുടെ ഭക്ഷണ രീതിയിൽ ചില ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സസ്യാഹാരം മാത്രം കഴിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ജീവിതത്തിൽ തന്നെ വലിയൊരു മാറ്റം നമുക്ക് വരുത്താം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ചെറിയ കാര്യം കൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തുന്നതുകൊണ്ട് നമുക്കും മറ്റുള്ളവർക്കും സന്തോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തുകൊണ്ട് നമുക്കത് ചെയ്തുകൂടാ, അല്ലേ? അപ്പം ഇന്നു മുതൽ ഈ ഒരു മാറ്റം നമുക്ക് വരുത്താം. അപ്പോൾ എല്ലാവർക്കും അങ്ങേയറ്റം സന്തോഷം നിറഞ്ഞ നല്ലൊരു ദിവസം കൂടെ നേരുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു.